റേഷൻ ടോക്സിൻ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗർ എന്ന് പറയുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. ഗർ പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സിനിമ അധികം ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്തതായിട്ട് അധികം ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാകാൻ സാധ്യതയില്ല. കാര്യം ഞാനും ശരിക്കും ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇങ്ങനൊരു സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നുള്ള കാര്യം. കാര്യം സാധാരണ നമുക്കൊരു സിനിമ റിലീസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മുമ്പൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. എന്തുകൊണ്ടോ ഞാനത് കണ്ടില്ല. പക്ഷേ ഇന്ന് രാവിലെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനൊരു സിനിമ റിലീസ് ചെയ്യുന്ന കാര്യം. എന്തായാലും ആ സിനിമ ഞാൻ കണ്ടു. തിയേറ്ററിൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് പലരും അറിയാത്തത് കൊണ്ടായിരിക്കും തിയേറ്ററിൽ പ്രേക്ഷകർ വളരെ കുറവായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാലും പടം കുഴപ്പമില്ല, നമുക്ക് കണ്ടുകൊണ്ടിരിക്കാവുന്ന രീതിയിലുള്ളൊരു സിനിമയാണ്. കുഞ്ചാക്കോവൻ, സുരാജ് വെഞ്ഞാറമൂട് അവരുടേതായിട്ടുള്ള അവരുടെ സ്ഥിരം സിനിമയിലൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള നർമ്മമൊക്കെ കലർത്തിക്കൊണ്ടുള്ള ഗംഭീരമായിട്ടുള്ള നമുക്ക് പറയാവുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ്. അതുപോലെ ശ്രുതി രാമേന്ദ്രനാണെങ്കിലും അനഘയാണെങ്കിലും എല്ലാവരും. അതുപോലെ ഇതിൻ്റെ ഒരു ഡയറക്ഷനിലേക്ക് നമുക്ക് വരുമ്പോൾ JR കൃഷ്ണൻ എന്ന് പറയുന്നത് എസ്രായിക്ക് ശേഷം പൃഥ്വിരാജിനെ നായകനാക്കി 2017 മറ്റോ ഒരു പടമെടുത്തിട്ടുള്ള JR കൃഷ്ണൻ അതിന് ശേഷം എടുത്തിരിക്കുന്ന സിനിമയാണ് ഗർ എന്ന് പറയുന്ന സിനിമ. അതുപോലെ അതിൻ്റെ DOP കൈകാര്യം ചെയ്തിരിക്കുന്ന മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്ന ഡോൺ വിൻസെൻ്റ് ആയാലും DOP കൈകാര്യം ചെയ്തിരിക്കുന്ന ജയേഷ് നായർ ആണെങ്കിലും അതുപോലെ വിവേക് ഹർഷനെ നമുക്ക് എഡിറ്റർ എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാവരും വളരെ നല്ല രീതിയിലാണ് ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് പ്രതീക്ഷ ഉണ്ടാകുന്ന രീതിയിലുള്ളതാണ്. പിന്നെ സിനിമയിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമേ പറയുന്ന ഈ വലിയ കഥയൊക്കെ പ്രതീക്ഷിച്ച്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വലിയൊരു കുടുംബ കഥയോ അല്ലെങ്കിൽ ഒരു മാസ് രീതിയിലുള്ള സിനിമയോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ചില സിനിമകളൊന്നും പ്രതീക്ഷിച്ചല്ല. നമുക്കിതിൻ്റെ ഒരു ട്രെയിലർ നമ്മൾ ഇതിനകത്ത് റിലീസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ട കണക്ക് ഒരു സിംഹക്കൂട്ടിലേക്ക്, അതായത് ഒരു ചില സാഹചര്യത്തിൻ്റെ പുറത്ത്, എന്താണെന്ന് ഞാൻ പറയുന്നില്ല, അത് ട്രെയിലർ കണ്ടിട്ടുള്ളവർക്കറിയാം, അതുപോലെ സിനിമ കാണുമ്പോഴും അറിയാം. അത്തരത്തിലുള്ള ഒരാൾ അവിടേക്ക് എത്തിപ്പെടുകയും സിംഹവും അയാളും ഒക്കെ തമ്മിലുള്ള കാര്യങ്ങൾ, പിന്നെ മറ്റൊരാളെ രക്ഷിക്കാൻ വേണ്ടി വരുന്നിട്ടുള്ള ഇതൊക്കെയാണ് ആ സിനിമയുടെ ഒരു ഇതെന്ന് പറയുന്നത്. അല്ലാതെ ഇതിനകത്ത് വലിയ കഥയും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷേ അത് ഈ 2 മണിക്കൂറിൽ കൂടുതലുണ്ട് ആ സിനിമ. അതായത് 2.25 മണിക്കൂർ അതിനടുപ്പിച്ചൊക്കെ ഉണ്ടാവും ആ സിനിമ. പക്ഷേ അത്രയും നേരം പോയിക്കൊണ്ടിരിക്കുന്ന സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പം നമുക്കൊരു ബോറടിക്കുന്ന ആ പരിപാടിയൊന്നുമില്ല. കാര്യം നമുക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കാം അത്രയും നേരം. അതായത് മദ്യത്തിൻ്റെ പുറത്ത് ഇറങ്ങിപ്പോവുകയും പിന്നീട് അതിൻ്റെ ഇതൊക്കെ മാറിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരാളുടെ, അതായത് കുഞ്ചാക്കോ വളരെ നല്ല രീതിയിൽ, കുഞ്ചാക്കോയെ സംബന്ധിച്ചിടത്തോളം സുരാജ് വെഞ്ഞാറമൂടിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിനയത്തിനെക്കുറിച്ചൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാര്യം ഇത്തരത്തിലുള്ള ഒരു സിനിമ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കഥ എടുക്കുന്ന സമയത്ത് അവർക്കറിയാം എങ്ങനെ അവർ അഭിനയിക്കണമെന്നുള്ളത്. കാര്യം ആ രീതിയിൽ നല്ല രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ മുമ്പേ പറഞ്ഞ കണക്ക് വലിയ കഥയും കാര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കരുത്. അല്ലാതെ നമുക്ക് ഒരു 2.25 മണിക്കൂറിന് അടുപ്പിച്ച് അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു 10 മിനിറ്റോ സമയമൊക്കെ നമുക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമയാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് അറിയാം, കുഞ്ചാക്കോ തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയുടെ സിംഹം എന്ന് പറയുന്ന ഒരു VFX അല്ല, ഒരു ഒറിജിനൽ സിംഹമാണെന്ന് തന്നെ കുഞ്ചാക്കോ മുമ്പ് പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അതിപ്പോൾ നമുക്ക് സിനിമ കഴിയുമ്പോഴും സിനിമ കഴിഞ്ഞ ഉടനെ നമ്മൾ സാധാരണഗതിയിൽ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് അവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും അതിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ രീതിയിലൊക്കെ വളരെ രസകരമായിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു രാവിലത്തെ ഒരു ഷോയ്ക്ക് സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർ പ്രേക്ഷകർ അറിയാതൊരു സമയമായതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ന് സിനിമ റിലീസ് ഉണ്ടെന്ന് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി തിരക്ക് കുറവുണ്ടെങ്കിലും ഇന്നത്തെ ഫസ്റ്റ് ഷോയോടുകൂടി ചിലപ്പോൾ സ്വാഭാവികമായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാര്യം ഞാൻ പറഞ്ഞ കണക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായി. തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള എല്ലാ മലയാള സിനിമകളും നല്ല രീതിയിൽ വിജയിച്ചുകൊണ്ടിരിക്കുന്ന രീതിക്ക് ഗർ എന്ന് പറയുന്ന സിനിമയെ ഒരു വലിയ വിജയമാവട്ടെ. കുഞ്ചാക്കോവൻ്റെയും സുരാജ് വെഞ്ഞാറമൂടിൻ്റെയൊക്കെ അടുത്തൊരു ഏറ്റവും വലിയൊരു ഇതിലേക്ക് പോകട്ടെ നമുക്ക് ആഗ്രഹിക്കാം. താങ്ക്